കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം. തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാട് സ്വദേശികളെ. കാണാം ജനം TV ഇൻവെസ്റ്റിഗേഷൻ. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുകയാണ്. ചിലതൊക്കെ പിടിക്കപ്പെടുന്നു, മറ്റുള്ളവ സജീവമായി തുടരുന്നു. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണം. ഫേസ്ബുക്കിൽ കേരള ലോട്ടറി എന്ന പേരിൽ നിരവധി അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ടുകളിലൂടെയും വാട്സാപ്പിലൂടെയും തട്ടിപ്പുകാർ സന്ദേശങ്ങൾ അയക്കും. ലൈവായി നറുക്കെടുക്കുന്നു, ഓൺലൈനായി വേഗം ടിക്കറ്റ് എടുക്കൂ എന്ന രീതിയിലാണ് പ്രചാരണം. ടിക്കറ്റ് വിലയും സമ്മാനത്തുകയും ഒക്കെ പരസ്യങ്ങളിൽ കാണാം. കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വികാസ് ഭവനിലെ അഡ്രസ്സും. വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ തട്ടിപ്പുകാരുടെ സൈറ്റിലേക്ക്. അവിടെ പേര് വിവരങ്ങൾ കൊടുത്ത് ഓൺലൈനായി പേയ്മെൻറ്റും ചെയ്താൽ ടിക്കറ്റ് എടുക്കാം. അയച്ചു വരുന്ന ലോട്ടറി ടിക്കറ്റിലാവട്ടെ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പുമടക്കമുണ്ട്. വ്യാപക പ്രചാരണത്തിലൂടെ നിരവധി ആളുകളാണ് ഈ വലയിൽപ്പെടുന്നത്. കൂടുതലും തമിഴ്നാട് സ്വദേശികൾ. സാർ, എൻ്റെ പേര് പ്രേംകുമാറാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു വിളംബരം കണ്ടായിരുന്നു. അതിൽ ഓൺലൈൻ ലോട്ടറി വിളംബരമാണ്. അത് ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടിക്കറ്റിൻ്റെ വില 49 രൂപ. എൻ്റെ അടുത്ത് പറഞ്ഞു 2 ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണ് പറഞ്ഞ് 2 ടിക്കറ്റ് ഞാൻ GPay ചെയ്ത് കൊടുത്ത്, ഒരു 98 രൂപ GPay ചെയ്ത് കൊടുത്ത് അവന്മാർ ടിക്കറ്റ് അയച്ചു തന്നു. ടിക്കറ്റ് അയച്ചു തന്നു. ഒരു 2 മണിയാകുമ്പോൾ ഇത് എനിക്ക് പറഞ്ഞു 8 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഓഫീസിലോട്ടൊന്ന് വരുമോയെന്ന് ചോദിച്ചു. ഞങ്ങളപ്പോൾ പോയി അവിടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ ഇത് ഫേക്കെന്ന് അറിഞ്ഞു. തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. சார் நீங்கள் இப்போ பேசுறீங்க, சொல்லுங்கள் சார். நான் தான் சார் பேசுகிறேன் சார். ஆஃபீஸில் நீங்கள் எங்கே இருக்கீங்களா? எனக்கு லொக்கேஷன் அனுப்புங்க, வாட்ஸ்அப்பில் கரண்ட் லொக்கேஷன் அனுப்புங்க. கரண்ட் லொக்கேஷன் வாட்ஸ்அப்பில் அனுப்புங்க. எனக்கு இதான் நம்ம வாட்ஸ்அப் நம்பரு. இருங்க, நான் ஹாய் மெசேஜ் பண்ணுறேன். ടിക്കറ്റ് വില തുച്ഛമാണെന്ന് കണ്ട് ഭാഗ്യപരീക്ഷകരായ പലരും വലിയ തുകയ്ക്കാണ് ടിക്കറ്റുകൾ എടുക്കുന്നത്. സമ്മാനം കിട്ടിയെന്ന് കരുതി തിരുവനന്തപുരത്തേക്ക് എത്തുന്നവരുമുണ്ട്. ഭാഗ്യാന്വേഷികളോടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഓൺലൈൻ ലോട്ടറി എന്നൊരു സംവിധാനം ഔദ്യോഗികമായില്ല. തട്ടിപ്പിൽ വീഴരുത്, കരുതിയിരിക്കുക. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.